നമസ്കാരം. ഒരു വിധവയായ സ്ത്രീയുടെ ജീവിതയാത്രയിൽ അനുഭവിച്ചറിഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളും ഉള്ളൊരുകുന്ന സങ്കടങ്ങളും ഇവയ്ക്കെല്ലാം ഇടയിൽ തിരിച്ചറിയുന്ന ചില ജീവിത സത്യങ്ങളുമാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. റൂത്ത് എന്ന ഈ അനുഭവവേദിയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹവായ്പായി നൽകിയ നിമിഷവും ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാനിന്നും, ഓർക്കുന്നു ഞാൻ തനിയേ ഈ വഴി. ഇന്നത്തെ നമ്മുടെ അതിഥി ആനി ചേച്ചിയാണ്. ആനി ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ആനി ചേച്ചി, നമ്മളെ എല്ലാവരെയും ജീവിതത്തിൽ ഒരുപാട് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചെറുപ്പകാലത്ത് കിട്ടുന്ന നമ്മുടെ കുറേ പാഠങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചനും അമ്മയും നമുക്ക് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് അല്ലേ? ചേച്ചിയുടെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ നാടെന്ന് പറയുന്നത് പുളിയനമാണ്. പുളിയനത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ നാടെങ്കിലും അതിൻ്റെ അടുത്ത ഗ്രാമമായ കോടിശ്ശേരിയാണ് എൻ്റെ അമ്മയുടെ വീട്. അവിടെയാണ് ഞാൻ എൻ്റെ ചെറുപ്പം പഠിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. അപ്പോൾ കൂടുതലും എനിക്ക് എൻ്റെ നാടിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കോടിശ്ശേരി എന്ന ഗ്രാമമാണ്. അവിടെ എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് എൻ്റെ ചെറുപ്പം ഞാൻ പഠിച്ചത്. അവിടെ ഗവൺമെൻറ് പുളിയനം LP ഹൈസ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പം ചെറുപ്പത്തിലൊക്കെ പള്ളി പോയിരുന്നത് അവിടുത്തെ കോടിശ്ശേരിയിലെ പള്ളിയിലാണ്. തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടും. അപ്പൊ ഹൈസ്കൂളൊക്കെ അവിടെ തന്നെയായിരുന്നു. ഓക്കെ. പിന്നെ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്? പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാൻ അങ്കമാലിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്കമാലിൽ എവിടെയാ പഠിച്ചേ? അങ്കമാലിൽ അന്ന് പാരൽ കോളേജായിരുന്നു. അവിടെ പഠിച്ചത് കാർമൽ കോളേജ് എന്ന് പറഞ്ഞ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് തന്നെ പോയാണ്. കാരണം അവിടെ അപ്പാപ്പൻ മാത്രമേ ഉള്ളൂ, അമ്മയുടെ അപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയുടെ ഒരു ആങ്ങള, അവർ മധ്യപ്രദേശത്ത് ഇൻഡോറില അച്ചാച്ചന് അവിടെ ഒരു കമ്പനിയിൽ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. ആരുമില്ല. അപ്പം ഞാനും അപ്പാപ്പനും തന്നെയാണ് അവിടെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അന്ന് പോകുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് പോവും. അങ്ങനെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി. ലോവർ പാസ്സായി. ഹയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചാച്ചൻ ITIയിൽ വിട്ട് സ്റ്റെനോഗ്രാഫ് പഠിക്കാൻ പറഞ്ഞു. അന്ന് അവിടേക്ക് അതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അപ്പം അപ്പം എന്നെ അച്ചാച്ചൻ തന്നെയാണ് ഫീസ് തന്ന് പഠിപ്പിച്ചത്. ഞാൻ അതിന് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷ എഴുതി പാസ്സായി. അപ്പോഴാണ് എൻ്റെ കല്യാണം നടക്കണത്. അപ്പോൾ ചേച്ചിയുടെ സഹോദരങ്ങൾ? എനിക്ക് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഞാനും 2 മക്കൾ. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് നിങ്ങൾ മാറി താമസിക്കുമ്പോൾ ശരിക്കും ഈ സഹോദരന്മാരുമായിട്ടുള്ള ഒരു ലൈഫ് ശരിക്കും മിസ് ചെയ്യില്ലേ? പക്ഷെ അടുത്ത സ്ഥലങ്ങളായതുകൊണ്ട് ഞാൻ വീട്ടിലേക്കും വരും, അങ്ങോട്ടും പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. വല്ലപ്പോഴൊക്കെ കാണുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അധികം വഴക്കും അടിയൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഉടനെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. പഠിച്ചു. എന്നെ ഒക്കെ പെണ്ണ് കാണാൻ വന്നതും എൻ്റെ അമ്മ വീട്ടിലേക്കാണ്. എൻഗേജ്മെന്റ് വരെ ഞാൻ അവിടെയായിരുന്നു, എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. അപ്പൊ ഇത്രയും ഈ സ്റ്റെനോഗ്രാഫി ഒക്കെ പഠിച്ചു, ഇതൊക്കെ ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയല്ലേ പഠിച്ചത്? അതെ. അങ്കിള് കൊണ്ടുപോവാന്നും പറഞ്ഞാണ് കൊണ്ടുപോയി ജോലി മേടിച്ച് തരാമെന്നും പറഞ്ഞാണ് പഠിപ്പിച്ചേ. ജോലിക്ക് അപ്പൊ എവിടെയെങ്കിലും കയറിയിരുന്നോ? ഇല്ലില്ല, പഠിച്ച് എക്സാം എഴുതിയുള്ളൂ. പാസ്സായ സർട്ടിഫിക്കറ്റ് വരെ മേടിച്ചില്ല. വിവാഹ വിശേഷങ്ങൾ പറയാമോ? അങ്ങനെ 1998 അപ്പൊ ചേച്ചിക്ക് എന്ത് പ്രായം ഉണ്ടാവും?
എനിക്ക് 22 വയസ്സ് കഴിഞ്ഞു. ആ ചേട്ടൻ്റെ പേര് സെബാസ്റ്റ്യൻ. ആ കറൂറ്റിക്കാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. ആ ചേട്ടൻ അന്ന് ബാറിലായിരുന്നു, എടശ്ശേരി ഗ്രൂപ്പിൻ്റെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാണ്. ഓ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയോ അതോ ചേച്ചി ഇവിടെ തന്നെയായിരുന്നു? അല്ല, ചേട്ടൻ പോയി, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേട്ടൻ്റെ വീട്ടിൽ 3 മക്കളാണ് അവര്. പിന്നെ അമ്മയും 3 മക്കൾ. അതിൽ മൂത്ത മകനാണ്. മൂത്ത ചേട്ടത്തിയമ്മ. ആ, മൂത്ത ചേട്ടത്തി അമ്മയായിട്ടാണ്. ഓക്കെ. പിന്നെ അമ്മയുണ്ട്. പിന്നെ 2 അനിയന്മാരാണ് താഴെയുള്ളവർ. അപ്പൊ അങ്ങനെ ചേട്ടൻ വിവാഹമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയി. ചേച്ചി ഇവിടെ ചേട്ടന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ജോലിക്ക് പോകണമെന്ന് തോന്നിയോ? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് അറിഞ്ഞു, പാസ്സായി. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വേണ്ട, നിനക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, നിന്നെ ജോലിക്ക് വിടാൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. നീ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അമ്മയുണ്ട്, അമ്മയ്ക്കൊരു കൂട്ടായിട്ട്, അമ്മയ്ക്കൊരു സഹായമായിട്ട്. അമ്മ അന്ന് സുഖമില്ലായിരുന്നു അമ്മയ്ക്ക്. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എപ്പോഴും മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയാ ഞാൻ ഇവിടേക്ക് എപ്പോഴും വേണം. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അതെന്ന് വെച്ചാൽ അത്ര കാര്യമായിട്ട് എൻ്റെ പഠിച്ചു നേടിയതല്ലേ. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 രൂപ ഒരു മന്ത്ലി ഫീസ് ഒന്ന് പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് വലുത് തന്നെയാണ്. അപ്പൊ അത് പഠിച്ചിട്ട് അത് പാസ്സായിട്ട് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതിന് വിട്ടില്ല ആള്. ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിട്ടില്ല. അപ്പൊ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് മക്കളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നത്? 90 മൂത്ത മകൾ വന്നു, റോസ്മോൾ. 93 രണ്ടാമത്തെ മകൾ റിയ. 2 പെൺകുട്ടികൾ. 2003 മകൻ ജോയൽ, ഇളയാള്. അപ്പൊ 3 മക്കളാണ്. 3 മക്കൾ. അപ്പൊ രണ്ടാമത്തെ അവളും മകനും തമ്മിലൊരു 11 വർഷത്തെ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇപ്പൊ മക്കൾ എന്താ ചെയ്യുന്നത്? മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. 2017 മെയ് 23-ാം തീയതി ആയിരുന്നു അവളുടെ കല്യാണം. അവർ നാട്ടിൽ തന്നെ ഉണ്ടോ? നാട്ടിൽ തന്നെയുണ്ട്. മരുമകൻ കാർമൽ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. സിജോയി ജോസഫ്. അവളെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് കെട്ടിച്ചേക്കണം. മൂത്ത മകളുടെ കല്യാണം 2017 മെയ് 23-ാം തീയതി കഴിഞ്ഞു. ജൂൺ പിറ്റേ മാസം ജൂൺ 11-ന് പപ്പ മരിക്കണ. ഞങ്ങൾക്ക് തീരാത്ത വിഷമം. 2012 ഒരു അസുഖം വന്നു ആ പപ്പയ്ക്ക്. അന്ന് കൈവിട്ടു പോയെന്ന് വിചാരിച്ചാണ്. ശരിക്കും എന്താ സംഭവിച്ചത് ആൾക്ക് ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. പിന്നെ പ്രഷറുണ്ട്, നല്ല ഹൈ പ്രഷർ, ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. ചികിത്സ നടക്കായിരുന്നു. പക്ഷെ 2012 ഒരു പനി വന്ന് മെനഞ്ചൈറ്റിസ് ഫീവറായിട്ട് കൈവിട്ട് പോയതാ. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ കിട്ടില്ല എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ്. അന്ന് എൻ്റെ മക്കൾ 2 പെൺകുട്ടികളും നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. മകൻ ചെറുതാണ്. അപ്പം എന്തോ ഒരു ഗിഫ്റ്റ് പോലെ ദൈവം എനിക്ക് തിരിച്ചു തന്നതാ. കിട്ടില്ല എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതാണ്. അന്ന് എനിക്ക് തിരിച്ചു തന്നു. എന്ന് വെച്ചാൽ അത് എന്തോ ദൈവം നന്നായിട്ട് ശക്തിയായിട്ട് ഇടപെട്ടു. കാരണം അന്ന് എനിക്ക് വല്ലാത്തൊരു പോയോ. അപ്പോൾ പപ്പയുടെ മാത്രം ഒരു ഇതുള്ളൂ അങ്ങനെ. അപ്പോൾ അന്ന് ദൈവം തിരിച്ച് 5 വർഷക്കാലം തന്നിട്ട് പിന്നെ എന്തോ മൂത്ത മകളുടെ കല്യാണം കഴിയാൻ വേണ്ടിയായിരിക്കും ദൈവം എന്ന് വെച്ചാൽ അത്ര ഇതോടുകൂടി മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് പപ്പയ്ക്ക് പനി വന്നു. പനി വന്ന് അത് അത്രയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. എന്നാലും അത്ര ഇതായില്ല. വീണ്ടും അത് ന്യൂമോണിയ പനിയായിട്ട് മാറി. ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ ഇൻഫെക്ഷൻ കയറി, ഷുഗർ പേഷ്യൻ്റ് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കൺട്രോളിൽ നിൽക്കില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുമല്ലോ. പിറ്റേ ദിവസം തന്നെ ICUവിൽ കയറ്റി. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഒരു വെന്റിലേറ്ററിൽ ആക്കി. പിന്നെ ഒരു 11 ദിവസത്തോളം ലിസിയിൽ. അപ്പം എൻ്റെ രണ്ടാമത്തെ മകളൊന്ന് ബോംബെയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ മോൾ എന്താ? നേഴ്സ് തന്നെ. 2 മക്കളും പഠിച്ചത് പഴങ്ങനാട് സംരറ്റം കോളേജിലാണ്.
മോള് രണ്ടാമത്തെ മോള് ഇപ്പൊ എവിടെയാണ്? ബോംബെയിൽ വർക്ക് ചെയ്യണോ? അല്ല, പപ്പ മരിക്കുമ്പോൾ ബോംബെയിലായിരുന്നു. ആ അത് കഴിഞ്ഞ് അവൾ വന്ന് ലിസി ഹോസ്പിറ്റലിൽ കയറി. അത് കഴിഞ്ഞിട്ട് OET എഴുതി UK നേഴ്സായിട്ട് വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് വന്ന് കല്യാണം കഴിഞ്ഞു. ആ രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിഞ്ഞു. അവനൊരു എഞ്ചിനീയറാണ്. രണ്ടുപേരും അവിടെ UK. ആ ഓക്കെ. മൂന്നാമത്തെ മകൻ എന്ത് ചെയ്യുന്നു? മകൻ ഇപ്പോൾ BTechന് മാള മെക്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2ാം വർഷം പഠിക്കുന്നു. അപ്പം മരിക്കുമ്പോൾ അവന് 8ാം സ്റ്റാൻഡേർഡിലേക്ക് കയറിയിട്ടുള്ളൂ. ഇപ്പം ഒന്നും അറിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ മൂത്ത മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ കുടുംബത്തിലെല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം പെട്ടെന്ന് ഈ പറയുന്ന ഒരു ചെറിയ സമയം ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാണ്ടായിട്ട് അല്ലേ, പെട്ടെന്നുള്ളൊരു വേർപാട്. എങ്ങനെ നമുക്ക് ചേച്ചിക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റി? അത് എന്താ വെച്ചൊരു എന്തോ ഒരു ശക്തി നമ്മൾക്ക് ഉണ്ട്, നമുക്ക് താങ്ങായിട്ട് എപ്പോഴും ഒരു അദൃശ്യ ശക്തി പോലെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. മകൻ റീസെൻ്റ്ലി വന്നിട്ടുള്ളൂ, മരുമകൻ. അവനൊന്നും അറിയില്ല പപ്പയ്ക്ക് ഇതുപോലെ ഇത്രയും സീരിയസിലായിരുന്നു അവനും അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ മൂത്ത മോൾക്കും അത് ഭയങ്കര ഒരു വിഷമായി. 1 മാസമാവണല്ലേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇതാവാൻ ഇത്തിരി സമയം എടുത്തു. ഞാനായാലും എന്താ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്കതുകൊണ്ട് എന്തോ ഒരു സ്വപ്നം പോലെയാണ്. ഓർക്കാൻ എന്തോ ഒരു ഇതുപോലെ ഓർത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ നടന്നു എന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 41 ദിവസം ഭയങ്കര അത് കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഭയങ്കര ശൂന്യത, ഭയങ്കര വിഷമം. പിന്നെ എൻ്റെ ഒരു സഹോദരൻ പോട്ട ആശ്രമത്തിൽ പാട്ട് പാടുന്നുണ്ട്, ബിജു. അവൻ എന്നെ അവിടെ ധ്യാനത്തിന് കൊണ്ടുപോയി ആക്കി. അവിടുന്ന് കുറച്ചൊക്കെ ശക്തി കിട്ടി. എന്നാലും എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ദിവസങ്ങൾ തള്ളി നീക്കാനായിട്ട്. എന്താ പറയുക, പിന്നെ അങ്ങനെ പിന്നെ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അത് ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 41 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ജോലിക്ക് ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്തിരുന്നത്? ഞാൻ കറൂറ്റി തന്നെയുള്ള ഒരു സപ്ലൈകോല് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചേട്ടൻ മരിക്കുന്നതിന് മുൻപ് 1 വർഷം മുമ്പ് ജോലി. അപ്പൊ അങ്ങനെ ജോലിക്ക് പോകാൻ സമ്മതിച്ചു. അപ്പൊ ആ സാഹചര്യത്തില് പിന്നെ കുഴപ്പമില്ലാന്നാക്ക്. കാരണം മക്കളെല്ലാം പഠിക്കണം, സാമ്പത്തികം ഉണ്ട്, വേണം, മക്കൾ പഠിക്കണം. പിന്നെ ആൾക്ക് വയ്യാതെയായി. അപ്പൊ വേണമെങ്കിൽ ജോലിക്ക് അടുത്തല്ലേ പോയിക്കോട്ടെ എന്നൊരു മനസ്സ് വന്നു. അപ്പൊ അങ്ങനെ ഞാൻ ജോലിക്ക് ചേട്ടൻ മരിക്കുന്നേക്ക് 1 വർഷം മുമ്പ് ജോലിക്ക് കയറി. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ ആ ജോലി ഉണ്ടായത് കൊണ്ടാണ് ചേട്ടൻ മരിച്ചിട്ടും ഞാനൊന്ന് പിടിച്ചു നിന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ ഞാൻ ആയേനെ. ആ ജോലി ഉള്ളത് കൊണ്ടെല്ലാം ഒന്ന് ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയും സോഷ്യലി എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന് പുറത്തു വരാൻ സാധിക്കും. ആ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ നേരത്തെ മുതൽ പോകേണ്ടതായിരുന്നു എന്ന് തോന്നിയോ? തീർച്ചയായിട്ടും വിട്ടെങ്കിൽ. അതെ. പക്ഷേ ചേട്ടൻ്റെ അമ്മ മരിച്ചുപോയി എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേ. അപ്പൊ പിന്നെ വീട്ടിൽ ആരുമില്ലായിരുന്നു. 2 അനിയന്മാർ. 2 അനിയന്മാർ. അപ്പൊ ഞാനായി അവിടുത്തെ ഒരു കുടുംബനാഥ. ഇവരുടെ അമ്മയുടെ ഒരു സ്ഥാനം എനിക്കായി. ആ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ ഞാൻ ജോലിക്ക് പോയാൽ പറ്റില്ല. അപ്പോൾ അത് ചേട്ടൻ അത് കാരണം കൊണ്ട് വിടില്ല. പിന്നെ ഞാൻ എന്താ പഠിച്ച് നടന്നപ്പോഴല്ലേ കല്യാണമായിരുന്നു. ഇത് 23 വയസ്സിൽ. എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്ന് എന്താന്ന്. പിന്നെ ഇത്രയും ഒരു വീട്ടിൽ മാനേജ് ചെയ്ത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പൂപ്പൻ നല്ലൊരു ഇതായിരുന്നു. എനിക്ക് ഭക്ഷണം വയ്ക്കണ കാര്യവും കറി വയ്ക്കണ കാര്യം എല്ലാം പഠിപ്പിച്ച് തന്നു. അങ്ങനെ നല്ലൊരു താങ്ങായിരുന്നു അവിടുത്തെ അപ്പൂപ്പനിൽ നിന്നാണ് ഞാനെല്ലാം പഠിച്ചത്. എന്ത് ചെയ്യണം, എങ്ങനെ വെക്കണം, എന്ത് ആക്കണമെന്നൊക്കെ പഠിച്ചത്. കാരണം ഞാനൊരു എന്താ വെച്ചാൽ അപ്പൂപ്പനും ഞാനും മാത്രമുള്ളൊരു അമ്മ വീട്ടിലേ. അപ്പം നമുക്ക് അത്രയും അത് വരുന്നില്ലല്ലോ. ഇവരിവിടെ അനിയന്മാരും എല്ലാവരും വന്ന് ഇപ്പം ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. എങ്ങനെ അമ്മയുടെ കാര്യം അമ്മയ്ക്ക് വയ്യെങ്കിലും പെട്ടെന്ന് പോകുമെന്നും വിചാരിച്ചില്ല. അമ്മ മരിച്ച നല്ലൊരു അമ്മയായിരുന്നു. എല്ലാരും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു പേടിയായിരുന്നു. കാരണം ഇവർക്കെല്ലാം അമ്മയായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ ഇതായി. അപ്പോൾ ആ ഒരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. അതിലൊക്കെ ഒരുപാട് നേടിപ്പോന്നു. അത് കഴിഞ്ഞാണ് എൻ്റെ മൂത്ത മകള് നേഴ്സിങ് ഇപ്പം സൈക്കോളജി എടുത്തവള് PG.
അപ്പൊ ഒരു കുഞ്ഞു മകനുണ്ട് അവർക്ക്. ജോസഫ് ആ മകന്റെ പേര്. ഓക്കെ. അപ്പൊ അത് കാരണം അവളിപ്പോ ജോലിക്ക് പോണില്ല, ട്രേഡറില്ല, ഓക്കെ. സമയത്തേനിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്? അപ്പൊ ഞാൻ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സമയം അപ്പോൾ കുറവായിരിക്കും, എന്തായാലും ജോലിക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ പുറകെ കുറച്ച് തിരക്കായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ബാക്കിയുള്ള സമയങ്ങളൊക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? ബാക്കിയുള്ള സമയം എന്ന് വെച്ചാൽ ഞാൻ പള്ളിയിൽ ഞങ്ങൾക്ക് ഒരു യൂത്ത് ഫോറം എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. സെൻറ്റ് സേവിയേഴ്സ് ഫൊറോന ചർച്ചാണ് ഞങ്ങളുടെ പള്ളി. അവിടെ ആ യൂത്ത് ഫോറം മിനിസ്റ്റർ നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. പക്ഷെ 2017 എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പള്ളിയിലേക്ക് ആ മീറ്റിംഗ് ഇതിലേക്ക് മിനിസ്റ്ററിലേക്ക് എന്നെ ക്ഷണിച്ചത് കൊച്ചി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് അവിടെ. ആ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് മരിച്ചിരിക്കുകയാണ്. ആ ടീച്ചറാണ് എന്നെ അതിലേക്ക്, ആ സംഘടനയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ കൊറോണ വന്ന ആകെ ഇതായിട്ട് സംഘടന ആകെ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച അവിടെ മീറ്റിംഗ് കൂടും. കുറഞ്ഞതൊരു 40-50 പേരെങ്കിലും വിഡോസ് അതിൽ സംബന്ധിക്കും. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെ അച്ഛൻ വന്ന് എന്തെങ്കിലും ഞങ്ങളോട് 2 വാക്ക് പറയുക. അച്ഛൻ നല്ല സപ്പോർട്ടാണ്. മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളുണ്ടോ നിങ്ങളുടെ ഈ ഒരു സംഘടന മറ്റുള്ള വിധവകൾക്ക് വേണ്ടിയിട്ട്? പിന്നെ ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുവരെ. പിന്നെ ജീവാലയിൽ ഇതുണ്ടല്ലോ, ധ്യാനം ഉണ്ടല്ലോ, അതിലേക്ക് പറഞ്ഞു വിടും. ജീവാലയിൽ പോയി ധ്യാനം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു ബോൾഡാവാൻ പറ്റും മനസ്സ്. നമ്മൾ വീണ് കിടക്കുന്നിടത്തുനിന്ന് നമുക്കൊന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ഞാനും മകനും പോയി കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആ ജീവാലയിൽ പോയി ധ്യാനം കൂടാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിടും. പിന്നെ ഞങ്ങളുടെ ഈ മിനിസ്റ്ററിലേക്ക് ക്ഷണിക്കും. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെയൊക്കെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വരും. കാരണം എന്നേക്കാളൊക്കെ ഒത്തിരി ചെറുപ്പം പിള്ളേരൊക്കെ വിധവയായിട്ടൊക്കെ അവിടെ വന്ന് അവരുടെ അവസ്ഥകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ കുറച്ച് ഇതാവും. ഓ, ഇതൊക്കെ എനിക്ക് ആശ്വാസം തോന്നും. ഒത്തിരി അങ്ങനെ അനുഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പോട്ടയിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് അനിയൻ പോട്ടയിൽ ധ്യാനത്തിന് കൊണ്ടുപോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു വിധവകൾ. അവരുടെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ എന്നേലൊക്കെ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് അറിയാമോ? ഞാൻ ദൈവം എനിക്ക് ഇത്രയും നാൾ തന്നൂല്ലോ എൻ്റെ ചേട്ടനെ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇരുളിന്റെ മറവിലും പകലിന്റെ തെളിവിലും പതറാതെ വഴി തേടി നടന്നു താനേ. ഇനിയൊരു ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും. കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും തനിയേ ഈ വഴിയിൽ. പ്രാർത്ഥന എത്രത്തോളം ഒരു ശക്തി തരാറുണ്ട്? പ്രാർത്ഥന എനിക്ക് മാതാവിൽ നല്ല ഞാൻ എന്തിനും മാതാവിനെ വിളിക്കും എന്ത് കാര്യത്തിലും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ശൂന്യത, നമുക്ക് ജീവിത പങ്കാളി നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു വിഷമം, പിന്നെ എൻ്റെ വിഷമം മക്കളെ അറിയിക്കാൻ പറ്റില്ല. മക്കൾക്ക് പപ്പ എന്ന് വെച്ച ജീവനായിരുന്നു, എന്നേക്കാൾ ഉപരി അവർക്ക് പപ്പയായിരുന്നു അവർക്കിടെ എല്ലാം. പക്ഷെ അപ്പം നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒതുക്കും, അവരെ കാണിക്കാതെ. പക്ഷെ മോനെ ആയാലും പപ്പയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മോൻ്റെ പൊത്തി പിടിച്ച് മോൻ്റെ അടുത്ത് കുറച്ചു നേരം കിടക്കാതെ എനിക്കോ കുളിക്കോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല ആള്. അങ്ങനെയായിരുന്നു മോനെ കൊണ്ടുവന്നതും. അപ്പോൾ എപ്പോഴും 2 മക്കളും, മോള് UK പോയി, മൂത്ത മോള് അവിടെ കോട്ടേഴ്സിൽ താമസിക്കുന്നത്. അപ്പം ഞാനും മോനും പ്രാർത്ഥന എത്തിക്കാതിരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര വിങ്ങൽ വരും മനസ്സിൽ. പക്ഷെ എനിക്ക് എൻ്റെ മോനെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാനത് ഉള്ളിലൊതുക്കും. അങ്ങനെ ഒത്തിരി ദിവസങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ മക്കളുടെ മുമ്പിൽ പപ്പേനെ കുറിച്ച് ഞാനൊന്നും സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാൻ എനിക്ക് ചെയ്യലേ. ഞാൻ കൂടുതലും അത് അവോയ്ഡ് ചെയ്ത് മാറ്റുന്നു. പക്ഷെ ഒരുപാട് ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുമ്പോൾ നമ്മളും ഇങ്ങനെ ഭയങ്കര ഒരു
എന്താ പറയാ ഭയങ്കര ഒരു വിഷമത്തിലേക്ക് കൂടുതൽ പോവുകയല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഈ വിധവാ സംഘടനയിൽ ഇപ്പൊ ഈ യൂത്ത് ഫോറം ആണെങ്കിലും അത്തരത്തിലൊരു വിധവാ സംഘടനകളിൽ അവരുമായിട്ട് പരസ്പരം വിഷമങ്ങൾ പങ്കുവെക്കാനൊക്കെ സാധിക്കാറുണ്ടോ? ഉവ്വ തീർച്ചയായിട്ടും. കാരണം ഒരേ രീതിയിൽ വിഷമം അനുഭവിക്കുന്നവരാണ്. ഒരേ രീതിയിലല്ലെങ്കിലും എല്ലാവരും നന്നായിട്ട് ഇതേപോലത്തെ ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകുന്നവരാണ്. അപ്പൊ അവര് എത്രത്തോളമൊക്കെ സഹായിക്കാറുണ്ട്? അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദുഃഖങ്ങൾ പോലെ അതേപോലെയുള്ള അതേപോലെയുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാത്തവരോട് ഷെയർ ചെയ്യാൻ പോകരുത്. അല്ലാത്തത് ചിലപ്പോ നമ്മളിൽ കൂടുതൽ ദുഃഖിതരായിട്ടുള്ളവരായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഇനിയുള്ള ചേച്ചിയുടെ വിധവകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? പിന്നെ ആ സംഘടനയിൽ തന്നെ നിന്ന് പോകണമെന്നും ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഞങ്ങളുടെ കറുറ്റി ഫോറോന ഇപ്പോൾ അടുത്തുള്ള ഇടവകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ കറുറ്റി ഫോറോനയിലാണ് യൂത്തിൻ്റെ നല്ലൊരു സജീവ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഇടവകയിൽ മറ്റ് എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ പങ്കുചേരാറുണ്ടോ? ഞാൻ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൻ്റെയൊക്കെ ഭാരവാഹിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതല്ലാതെ ചേച്ചിക്ക് വായനയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ? ചിലർക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെടി ഹസ്ബൻഡിനായിരുന്നു ചെടികളോട്. പിന്നെ എനിക്ക് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അതിനോടൊക്കെ ഒരു ഇത് തോന്നി, എന്തിനാ മടുപ്പ് ഒരു തോന്നി. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഒട്ടും നേരവും ഇല്ല. പിന്നെ ഒരു കൊച്ചു വന്ന മോൾക്ക് അപ്പൊ അതിനെ നോക്കലും പിന്നെ വേഗം പണി കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോവാനായിട്ട്. അതിൻ്റെ ഇതിലും ഒക്കെ വായിക്കും. നല്ല പുസ്തകങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വായിക്കാറുണ്ട്, ആത്മീയമായിട്ട് എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ. അപ്പൊ ഒരു ജോലിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആനി ചേച്ചിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ ഇപ്പോഴും വിവാഹശേഷം ഇപ്പൊ പലരും ജോലി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും മറ്റുള്ള സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ത്രീയെ എത്രത്തോളം അത് ബോൾഡ് ആക്കും എന്നുള്ള ഒരു കാര്യം കൂടി അതിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഉള്ള വിധവകളായിട്ടുള്ള സ്ത്രീകളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ബോൾഡായിട്ട് തന്നെ നിൽക്കണം, നമ്മൾ തളരാൻ പാടില്ല. കാരണം നമ്മളുടെ ജീവിത പങ്കാളി പോയെങ്കിലും നമുക്ക് ജീവിക്കണം, മക്കൾക്ക് വേണ്ടി ജീവിക്കണം. പിന്നെ മക്കൾ നമ്മളിലാ ആശ്രയിക്കുന്നത്, അവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കണ്ടേ, ജീവിച്ചല്ലേ പറ്റൂ. അപ്പം നന്നായിട്ട് ബോൾഡായിട്ട് നിൽക്കണം. പിന്നെ തൻ്റെ ഇടം എന്ന് വെച്ചാൽ തൻ്റേതായ ഇടം കണ്ടെത്താനുള്ള തൻ്റെ ഇടം നമുക്ക് വേണം അതിന്. പിന്നെ കൂടുതലും നമ്മൾ ജീവാലയിലൊക്കെ ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നല്ലൊരു അനുഭവമാണ് അത്. പിന്നെ ഇങ്ങനെയുള്ള മിനിസ്ട്രികൾ, യൂത്തിൻ്റെ മിനിസ്ട്രികൾ, ഇപ്പം ഇപ്പോൾ എറണാകുളം മതിരൂപതയുടെ നോർത്ത് സോണിലെ ബിഡോസിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ കറുറ്റി ഫൊറോനയിൽ വെച്ചാൽ നടന്ന ഒരു 800 വിധവകളല്ല പങ്കെടുത്ത 4 ഫൊറോനയിൽ നിന്നും കൂടി. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ ഇത്രയും പേരുണ്ടോ എന്നുള്ള ഒരു ഇതുണ്ടായി. എത്രയോ ഇതാ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കലൊക്കെ ഉണ്ടായോ അതില്? ഞങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാനുള്ള സമയമില്ല അവിടെ. മണവാളനച്ഛൻ്റെ ഒരു ക്ലാസ്, പിന്നെ കുറച്ച് കരിക്കുലർ ആക്ടിവിറ്റികൾ അങ്ങനെയൊക്കെ ഉണ്ടായുള്ളൂ. പിന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ വെക്കും, അതിൽ നമുക്ക് നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയം കിട്ടും. അപ്പം എന്തായാലും ആനി ചേച്ചിക്ക് ഇനിയും മറ്റുള്ള വിധവകൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഇതേപോലെ തന്നെ ധൈര്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലും തൻ്റെ മനോധൈര്യം കൈവിടാതെ ജീവിതത്തിൽ മുന്നേറിയ ആനി ചേച്ചിയെ പോലെയുള്ളവർ മറ്റുള്ള വിധവകൾക്ക് ഒരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിശേഷമായി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം.